ബാക്ക് ടു എജുപോഡ്. സ്വാതി മിസ് ആണ്. അപ്പൊ മക്കളെ, ഓണ എക്സാം വളരെ തൊട്ടടുത്ത് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓണ എക്സാമിന്റെ ചൂടിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. റെഡി ആണല്ലോ? അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ മിസ് നിങ്ങൾക്ക് നമുക്ക് ഓണ എക്സാമിന് വരാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഉണ്ടായിരുന്നു. നീലി ചിടിയ അല്ലെ, നീലപക്ഷി, നീലി ചിടിയ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടായിരുന്നു. ആ ചാപ്റ്ററിൽ നിന്ന് ഓണ എക്സാമിന് മിസ്സിന്റെ മക്കൾക്ക് ചോദിക്കാൻ പോകുന്ന ഒരു 100% ഉറപ്പായിട്ടുള്ള ഒരു ചോദ്യമാണ് മിസ് ഇന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ വീഡിയോനകത്ത് സെറ്റ് ആണല്ലോ? അപ്പൊ ദേ 6ാം ക്ലാസ്സിലെ മിസ്സിന്റെ എല്ലാ മുത്തുമണികളെയും മിസ് പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു ചാപ്റ്റർ, പുതിയൊരു ക്വസ്റ്റ്യൻ ഒരു വീഡിയോയിലേക്ക് മിസ് വെൽക്കം ചെയ്യാണ്. സോ മക്കളെ, വെൽക്കം ബാക്ക്. റെഡിയാണ്, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തൊക്കെയാണ് ഓൺ എക്സാമിന് പഠിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ മിസ്സിന്റെ മക്കള്? എത്ര പേര് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്? പഠിക്കാൻ തുടങ്ങിയ ആൾക്കാർ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇല്ലാത്ത ആൾക്കാർ ഇല്ല മിസ്സേ എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം. ആരൊക്കെ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല എന്ന് മിസ്സിനെ അറിയാൻ വേണ്ടിയിട്ടാണ് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. റെഡിയാണല്ലോ? അപ്പം നമ്മുടെ ചാപ്റ്റർ ഏതാണ്? നിങ്ങൾ ഓൾറെഡി തമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും. നീലി ചിടിയ അല്ലെ, നീലി ചിടിയ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലെ ഓൺ എക്സാമിന് 100% നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം പഠിച്ചാലോ? സെറ്റ് അല്ലേ? പഠിച്ചാലോ? റെഡി ആണല്ലോ? അപ്പൊ ദേ മിസ് ചോദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോവാണ്. നന്നാക്കി ശ്രദ്ധിക്കുക. ഈ ചോദ്യം കേട്ട് മറന്നു പോവരുത്. കേട്ടിട്ട് നിങ്ങളത് നിങ്ങളുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. കാരണം എന്തായാലും ഓണപരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. അത് മിസ് നിങ്ങൾക്ക് ഉറപ്പ് തരുവാണ്, എന്തായാലും ചോദിക്കും. റെഡിയാണ്? അപ്പം നമ്മൾ പതിയെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നിങ്ങൾക്ക് മിസ് ക്വസ്റ്റ്യൻ കാണിച്ചു തരാം, നോക്കിയോളൂ. ദേ കണ്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണ് മിസ് വായിക്കാൻ നോക്കിയോ. പംക്തിയാം ഠൂണ്ഠേ ലിഖേ. 2 കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പംക്തിയാം ഠൂണ്ഠേ. പംക്തിയാം ഠൂണ്ഠേ എന്ന് പറഞ്ഞാൽ എന്താണ്? വരികള് കണ്ടെത്തൂ. പംക്തിയാം ഠൂണ്ഠേ എന്ന് പറഞ്ഞാൽ വരികൾ കണ്ടെത്തൂ. എന്നിട്ട് എന്ത് ചെയ്യണം? ലിഖേം. ലിഖേം എന്ന് പറഞ്ഞാൽ എഴുതൂ. അപ്പൊ താഴെ കുറച്ച് ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, 4 ബോക്സസ് കൊടുത്തിട്ടുണ്ട്. അതിൽ എന്ത് എഴുതിയിട്ടുണ്ട് എന്നറിയാവോ? എന്തൊക്കെയോ അർത്ഥങ്ങളാണ്, ആശയമാണ് കൊടുത്തിട്ടുള്ളത്. ഓരോ ആശയങ്ങൾ നമ്മൾ വായിക്കുക. എന്നിട്ട് എന്ത് കണ്ടെത്തണം? പംക്തിയാം ഠൂണ്ഠേ, വരികൾ കണ്ടെത്തൂ. വരികൾ കണ്ടെത്തണം നമ്മൾ. ഓക്കെ അല്ലേ? അപ്പം ആദ്യത്തെ ആശയം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, അല്ല മിസ്സേ, വരികൾ ഇപ്പൊ എങ്ങനെയാ പരീക്ഷയ്ക്ക് ഒറ്റയ്ക്ക് എഴുതാൻ പറ്റുക? വരികൾ കാണാതെ പഠിക്കണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. വരികൾ നിങ്ങൾ കാണാതെ പഠിക്കൊന്നും വേണ്ട. ഓൺ എക്സാമിന് നിങ്ങൾക്ക് എങ്ങനെയാണ് ചോദ്യം തരിക? നിങ്ങൾക്ക് നമ്മുടെ നീലി ചിടിയ എന്ന കവിതയിലെ ഒരു 4 വരി അല്ലെങ്കിൽ ഒരു 5 വരി തരും. ഇങ്ങനെ ഒരു 5 വരി തന്നിട്ട് അതിൻ്റെ താഴെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ചോദ്യം വരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ആശയം വായിച്ചു നോക്കുക. ആശയം വരുന്ന വരി എവിടെ ഉണ്ടായിരിക്കും? ഇവിടെ ദേ ഈ കവിതയിൽ ഉണ്ടായിരിക്കും. കവിത നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം. ഓക്കെ, നിങ്ങൾ കാണാതെ പഠിക്കൊന്നും വേണ്ട കേട്ടോ. റെഡി ആണല്ലോ? അപ്പൊ നമുക്ക് മിസ് ഇവിടെ തന്നിട്ടുള്ള ആദ്യത്തെ ആശയം എന്താണ് എന്ന് നോക്കാം. ആശയം നോക്കിയോ? സ്വാതി മിസ് വായിക്കാട്ടോ, നന്നാക്കി ശ്രദ്ധിച്ചോളൂ. ചിടിയ ഏക് ടാലി സേ ദൂസരി ടാലി പർ ഉഡ് ജാത്തി ഹേ. എന്താണ് പറഞ്ഞത്? ചിടിയ, പക്ഷി, ഏക് ടാലി സേ, ഒരു കൊമ്പിൽ നിന്ന്, ദൂസരി ടാലി പർ, മറ്റൊരു കൊമ്പ് വരെ, ഉഡ് ജാത്തി ഹേ, പറന്നു പോകുന്നു. അതാണ് ആദ്യത്തെ ആശയം. ഇതേ ആശയം വരുന്ന വരി നമ്മൾ നമ്മുടെ കവിതയിൽ പഠിച്ചിട്ടുണ്ടല്ലോ മക്കളെ, അല്ലേ? ആ വരിയാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ആ വരിയാണ്. അപ്പൊ ഇതേ അർത്ഥം വരുന്ന വരി, ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് പറന്നു പോകുന്നു. ഏത് വരിയിലാണ് നമ്മൾ അത് പഠിച്ചത്? ഏത് വരിയിലാണടാ? ദേ നോക്കിക്കേ, സ്വാതി മിസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ തന്നെ മിസ് വരി കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ഇസ് ഫുൻഗി സേ ഉസ് ഫുൻഗി പർ ഉഡ്കർ ജാനേ വാലി ചിടിയ. നമ്മൾ പഠിച്ച വരിയാണ്. ഏതാണ്? ഇസ് ഫുൻഗി സേ ഉസ് ഫുൻഗി പർ ഉഡ്കർ ജാനേ വാലി ചിടിയ. ഈ ഫുൻഗി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മരത്തിന്റെ കൊമ്പ്. ടാലി എന്ന് പറഞ്ഞാലും കൊമ്പാണ് അർത്ഥം. ഓക്കെ, അപ്പം ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് പറന്നു പോകുന്ന പക്ഷി. ഓക്കെ, ഇതേ ആശയം തന്നെയാണിത്. റെഡി അല്ലേ? സെറ്റ് ആണല്ലോ? ഇങ്ങനത്തെ ചോദ്യമാണ് വരിക കേട്ടോ. ഇനി അടുത്തേ നോക്കിക്കോ, എന്താശയമാണ് തന്നിട്ടുള്ളത് എന്ന് മിസ് വായിക്കാം, ശ്രദ്ധിച്ചോളൂ. ചിടിയ ലോഗോം കെ പാസ് നെഹി മാത്തി ഹേ. എന്താണ്? പക്ഷി ലോഗോം കെ പാസ്, മനുഷ്യരുടെ അടുത്ത് അല്ലേ, മനുഷ്യരുടെ അടുത്തേക്ക്, നെഹി മാത്തി ഹേ, വരുന്നില്ല, വരാറില്ല അല്ലേ? വരുന്നില്ലല്ലോ. ഇതേ അർത്ഥം വരുന്നത് അല്ലേ? മനുഷ്യന്റെ അടുത്തേക്ക് വരുന്നില്ല. കവി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഭക്ഷണമൊക്കെ വെച്ചു കൊടുക്കും, പക്ഷെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വരില്ല എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ കവിതയില്? ആ വരിയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ നോക്കിക്കോളൂ, ഏതാണ് വരി? മിസ് വായിക്കാം. ലാഖ് ബുലാവും
നോക്കിയോ, ലാഖ് ബുലാവും ലേക്കിൻ മേരെ പാസ് ന ആനെ വാലി ചിടിയ. ലാഖ് ബുലാവും എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ലക്ഷം തവണ വിളിച്ചാലും, ബുലാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിളിച്ചാൽ. ലക്ഷം തവണ വിളിച്ചിട്ടും എൻ്റെ അടുത്തേക്ക് വരാത്ത പക്ഷി. കണ്ടോ, പാസ് ന ആനെ വാലി ചിടിയ, വരാത്ത പക്ഷി. കവിതയുടെ ആശയമൊക്കെ മിസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ ബാച്ചിൽ മിസ് ഈസി ആക്കിയിട്ട് ഓരോ പിക്ചേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് കവിതയുടെ ആശയം, ഓരോ വരീൻ്റെ ആശയവും ഓരോ പിക്ചേഴ്സ് വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എജുപോർട്ടിലെ ആപ്പിൽ ഓൾറെഡി നമ്മുടെ സൂപ്പർ ബാച്ചിലെ സ്റ്റുഡൻസ് ആപ്പിൽ ക്ലാസ് കാണുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈസി ആക്കിയത് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം ഇനി ബാക്കിയുള്ളവർ ലേറ്റ് ആക്കണ്ട, പിക്ചേഴ്സ് വെച്ച് എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് മിസ് സൂപ്പർ ബാച്ചിൽ ക്ലാസ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഇന്ന് തന്നെ നമ്മുടെ സൂപ്പർ ബാച്ചിലേക്ക് വന്നോ. ഈസി ആക്കി മിസ് നിങ്ങൾക്ക് ഹിന്ദി പിക്ചേഴ്സൊക്കെ വെച്ച് വീഡിയോസൊക്കെ കാണിച്ചു തന്നിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പം താഴെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ലിങ്ക് കാണാം. നിങ്ങളുടെ പേരൊന്നല്ല രജിസ്റ്റർ ചെയ്ത് വെച്ചോട്ടോ. പേര് രജിസ്റ്റർ ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്താണ് എജുപോർട്ടിൽ ഈസി ആയിട്ട് ജോയിൻ ചെയ്യാം, ഈസി ആക്കി പഠിക്കാം, ഈസി ആക്കി നിങ്ങൾക്ക് എ ഗ്രേഡ് മേടിക്കാം. ഓക്കെ, റെഡി ആണല്ലോ. അപ്പം രണ്ടാമത്തെ നമ്മൾ നോക്കി. ഇനി മൂന്നാമത്തെ ആശയം എന്താണ് കൊടുത്തിട്ടുള്ളത് നോക്കിയോളൂ. ചിടിയ പത്തോ മേ ചിപ്കർ ഗാത്തി ഹേ. ചിടിയ എന്താണ് ചെയ്യുന്നത്? പത്തോ മേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലയിൽ അല്ലെ, ഇലകളുടെയൊക്കെ എവിടെ? ചിപ്കർ ഗാത്തി, ഇലകളിലൊക്കെ ഇങ്ങനെ, ഇലകളുടെ പിറകിലൊക്കെ ഇങ്ങനെ ഒളിച്ചിരുന്നിട്ട് പാടുന്നു. ചിപ്കർ ഗാത്തി. ഓക്കെ, ഒളിച്ചിരുന്ന് പാടുന്നു അല്ലേ? അങ്ങനെ നമ്മൾ കവിതയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷി ഒളിച്ചിരുന്ന് പാടുന്നുണ്ട് എന്ന്. ഏത് വരിയിലാണ് മക്കളെ നമ്മളത് പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഈസി ചോദ്യം അല്ലേ? ഏതായിരുന്നു? ദേ നോക്കിയോ, ഇൻ പത്തോ മേ ചിപ്കർ ഗാനേ വാലി ചിടിയ. കണ്ടോ, ഈ ഇലയിൽ നിന്ന് ആ ഇലയിലേക്ക് പോയിട്ട് ചിപ്കർ ഒളിച്ചിരുന്നിട്ട് ഗാനേ വാലി ചിടിയ, പാട്ട് പാടുന്ന പക്ഷി. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ആശയം തരും. അതേ ആശയം വരുന്ന വരി നിങ്ങൾ എഴുതേണ്ടത്. റെഡി അല്ലേ? ഓക്കെ ആണല്ലോ. ഇനി ലാസ്റ്റത്തെ ആശയമാണ് മിസ് വായിക്കുന്നത്. നന്നാക്കി ശ്രദ്ധിച്ചോളൂ. ചിടിയ ദാനാ ഗാക്കർ ജൽത്തി ഉഡ് ജാത്തി ഹേ. എന്താണ് ചിടിയ എന്താണ് ചെയ്യുന്നത്? പക്ഷി. ദാനാ ഗാക്കർ എന്ന് പറഞ്ഞാല് ധാന്യം കഴിച്ചിട്ട് ജൽദി, പെട്ടെന്ന് തന്നെ. ജൽദി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? ഉഡ് ജാത്തി ഹേ, പറന്നു പോകുന്നു. പെട്ടെന്ന് ഫുഡ് കഴിക്കും, പെട്ടെന്ന് പറന്നു പോകും. ഏത് വരിയിലാണത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ദേ നോക്കിക്കോ മിസ്, വരി വായിക്കുകയാണേ, ശ്രദ്ധിച്ചോളൂ. പർ ഫഡ്കാക്കർ നീച്ചേ ആക്കർ, ചിറകടിച്ച് താഴെ വന്നിട്ട് ദാനാ ഖാനേ വാലി ചിടിയ, ധാന്യം കഴിക്കുന്ന പക്ഷി അല്ലേ? റെഡിയാണല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? ഓരോ വരികളും, കവിതയിൽ നമ്മൾ ഒരുപാട് വരികൾ പഠിച്ചിട്ടുണ്ട്. ഓരോ വരിന്റെയും അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. മലയാളം മീനിങ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാലേ, ഇങ്ങനെ ആശയം തന്നു കഴിഞ്ഞാൽ അതേ ആശയം വരുന്ന വരി വായിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ മക്കളെ. അപ്പൊ എന്ത് ചെയ്തോളൂ, ചിത്രങ്ങൾ വെച്ചിട്ടും വീഡിയോസ് വെച്ചിട്ടും ഒക്കെ മിസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് കണ്ട് ഇന്ന് തന്നെ പഠിക്കാൻ തുടങ്ങിക്കോ. ഓണ എക്സാം തൊട്ടടുത്താണ്. ഈ നീലി ചിടിയ എന്ന് പറഞ്ഞ ചാപ്റ്ററിന് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും കേട്ടോ. റെഡിയാണല്ലോ? അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 100% ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പം മിസ് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. എന്താണ്? ആശയങ്ങൾ തരും, അതേ ആശയം വരുന്ന വരികൾ നമ്മൾ കണ്ടെത്തി എഴുതണം. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ പഠിക്കാൻ റെഡി ആണല്ലോ? പിക്ചേഴ്സും വീഡിയോസും ഒക്കെ വെച്ചിട്ട് പഠിക്കാൻ റെഡി ആണെങ്കിൽ മിസ്സിന്റെ മക്കൾ ഇപ്പൊ തന്നെ ആ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ, സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്തോ. ഓണ എക്സാമിന് നമുക്ക് ഹിന്ദി എന്താക്കാം? തൂഫാൻ കൊടുങ്കാറ്റാക്കി മാർക്ക് മേടിക്കാം. റെഡിയല്ലേ? അപ്പം നിങ്ങൾ ഇനിയിപ്പോൾ ആ ലിങ്കിൽ നിങ്ങൾ പേര് കൊടുത്തു കഴിഞ്ഞാൽ അയ്യോ മിസ്സേ ഞങ്ങളുടെ പൈസ പോവോ, ഉമ്മേൻ്റെ ഫോണിൽ നിന്ന് പൈസ പോവോ, അച്ഛൻ്റെ ഫോണിൽ നിന്ന് പൈസ പോവോ എന്നുള്ളൊരു പേടി നിങ്ങൾക്ക് ഉണ്ടല്ലോ. പേടിക്കൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്തെന്ന് കരുതിയിട്ട് പൈസ ഒന്നും എവിടെയും പോവില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ പൈസ പോവുകയാണെങ്കിൽ സ്വാതി മിസ് നിങ്ങൾക്ക് ആ പൈസ തരുന്നതാണ്. ഓക്കെ, പൈസ ഒന്നും പോവില്ല കേട്ടോ. നിങ്ങൾ അതിൽ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എജുപോർട്ടിൽ നിന്ന് നിങ്ങളെ അമ്മേനെ വിളിക്കും, നിങ്ങളുടെ അച്ഛനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഉപ്പേനെ വിളിച്ചിട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. റെഡിയാണ്? അപ്പം എന്താണ് മറക്കണ്ട, ചിത്രങ്ങൾ വെച്ചിട്ട് വീഡിയോസ് വെച്ചിട്ട് ഒക്കെ മിസ് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സൂപ്പർ ബാച്ചിൽ ഓണ എക്സാമിന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസും പ്രഡിക്ഷനും എല്ലാം സൂപ്പർ ബാച്ചിൽ സെറ്റ്
സെറ്റുമസായാണ്. അപ്പോൾ പഠിക്കാൻ സെറ്റുമസായ ആയിട്ട് എല്ലാവരും അങ്ങ് വന്നോളൂ. ഇനിയിപ്പോൾ എന്തെങ്കിലും എജു ബോർഡിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യാന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തോളൂ. മിസ് അതിന് റിപ്ലൈ തരാം. ഓക്കെ അല്ലേ? റെഡി ആണല്ലോ? അപ്പം ഈ ചോദ്യം ഷുവറായിട്ടും മിസ്സിൻ്റെ മക്കൾ പഠിച്ചിട്ട് വെക്കണം. എന്തായാലും ഓണപരീക്ഷയ്ക്ക് നിങ്ങൾ കാണാൻ പോകുന്നതാണ്. ഓക്കെ, അപ്പം മറക്കണ്ട. നിങ്ങളുടെ അടുത്ത ബാച്ച് 6ാം ക്ലാസ്സിൻ്റെ ജൂലൈ 31 അടുത്ത ബാച്ച് ക്ലാസ് തുടങ്ങുന്നത്. ഓണ എക്സാമിൻ്റെ തൊട്ട് മുന്നേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ക്ലാസ്സസ് എല്ലാം ഫസ്റ്റ് മുതലേ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്തോ. ഓണ എക്സാം വളരെ അടുത്തായിട്ടുണ്ട്. റെഡി അല്ലേ? ഓക്കെ ആണല്ലോ? സോ മക്കളെ, മിസ് തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് അടുത്ത ചാപ്റ്ററിലെ ഇതേപോലെ എക്സാമിന് വരുന്ന ചോദ്യമായിട്ട് വീണ്ടും വരാം. അപ്പം എന്ത് ചെയ്യാം? മിസ് പറഞ്ഞു തരുന്ന എക്സാമിന് വരും എന്ന് പറയുന്ന ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിട്ട് വയ്ക്കണം. വെറുതെ മിസ് പറയുകയാണെന്ന് കരുതരുത്. എന്തായാലും മിസ് വരും എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് വരും ഓണപരീക്ഷയ്ക്ക്. റെഡി അല്ലേ? സെറ്റ് ആണല്ലോ? അപ്പം മറക്കണ്ട, നമുക്ക് ഇനി സൂപ്പർ ബാച്ചിൽ വെച്ചിട്ട് കാണാം. പിക്ചേഴ്സും വീഡിയോസും ഒക്കെ വെച്ച് മിസ് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണാം, ഈസിയാക്കി മനസ്സിലാക്കാം. റെഡിയാണ്? സോ സൂപ്പർ ബാച്ചിലേക്ക് എല്ലാവരും വന്നോ. നമുക്കിനി അവിടെ കാണാം. റെഡി? അപ്പം മക്കളെ, താങ്ക് യു സോ മച്ച്. നമുക്ക് ഓണപരീക്ഷയ്ക്ക് വേണ്ടി തകർത്ത് പഠിക്കണം. റെഡി?